രാജീവ് ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് ഈ വികസനം BJP കേരളത്തിൽ എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വികസന നയം പ്രവർത്തകരെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുവാനാണ് രാജീവിൻ്റെ തന്ത്രം. അങ്ങനെ കേരളം കാണാത്ത തന്ത്രം കേരളത്തിൽ ബലിക്കുമോ? അല്ല, ഈ ജില്ലകളെന്ന് പറഞ്ഞാൽ നമ്മൾ 14 ജില്ലയാണ് കാണുന്നത് കേരളത്തിൽ ഔദ്യോഗികമായിട്ടുള്ളത്. BJPക്ക് 30 ജില്ലകളുണ്ട്. അതായത് ജില്ലയുടെ വലിപ്പം അനുസരിച്ച് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് മൂന്നായി തിരിച്ച് 3 പ്രസിഡന്റുമാരുണ്ട്. അത് നല്ലതാണ്. അതാകുമ്പോൾ അങ്ങ് കുറച്ച് താഴോട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. പിന്നെ പുതിയ ചില നീക്കങ്ങളാണ് രാജീവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ശരിയാണ്. കാരണം ഇതുവരെ കാണാത്ത തരത്തിലുള്ളത്. അതിന് ഉദാഹരണം പറയാം. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജീവാണല്ലോ തിരുവനന്തപുരത്ത് മത്സരിച്ചത്. മുമ്പ് ഒരു തരത്തിലും കാണാത്ത BJPക്കെന്നല്ല ഒരു മുന്നണികൾക്കും കാണാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് തിരുവനന്തപുരത്ത് ഞാൻ കണ്ടത്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഓരോ പ്രധാനപ്പെട്ട ഏരിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വലിയ ചർച്ചയാണ്. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യം, അങ്ങനെ എല്ലാ മേഖലകളും. ആ മേഖലകളിലുള്ള തിരുവനന്തപുരത്തെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഒരു ദിവസത്തെ സെക്ഷനിൽ തന്നെ ഏതാണ്ട് ഒരു 250-500 പേർക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. അത് വളരെ കാര്യമായിട്ട് ഡിസ്കഷനാണ്. സെൻട്രലിൽ നിന്ന് അതാതിൻ്റെ മന്ത്രിമാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുക. ഇപ്പം മെഡിക്കൽ സംബന്ധമായ കാര്യമാണെങ്കിൽ ആ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അതിനുള്ള സൊല്യൂഷൻ. ഇതെല്ലാം ഈ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങളെല്ലാം ഓരോ ഫയലാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് കംപ്ലീറ്റ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് വേറെ ഒരു ഇതിന് കാണിക്കുന്നതല്ല അത്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൃത്യമായിട്ട് രാജീവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം പട്ടണത്തിന് ഏതൊക്കെ തരത്തിൽ മാറ്റമുണ്ടാക്കി തരാം എന്നുള്ള കാര്യത്തിനകത്ത്, പ്രത്യേകിച്ച് തീരമേഖലയിൽ, തീരദേശങ്ങളിലും. അതുപോലെ എയിംസ് പോലും ഇവിടെ പറഞ്ഞതാണെന്നേ. എയിംസ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ പറഞ്ഞത്. അന്ന് കേരളത്തോട് പറഞ്ഞാൽ നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നത് 2014 അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ആര് ചൂണ്ടിക്കാണിക്കാൻ സ്ഥലം? തിരുവനന്തപുരത്തൊന്നും ഒരു മുന്നണികൾക്കും തിരുവനന്തപുരത്തോട്ട് ഇതൊന്നും കൊണ്ടുവരണമെന്ന് വലിയ താല്പര്യമില്ല. തിരുവനന്തപുരത്തിൻ്റെ MP ആയ തരൂരെങ്കിലും ഒന്ന് ഇടപെട്ടൊന്നുമില്ല. ആരൊക്കെ ഇടയ്ക്ക് പറഞ്ഞു, നെട്ടുകാൽത്തേരി പറഞ്ഞു, അവിടെയാണ് തുറന്ന ജയിൽ, അവിടെയാണ് പറഞ്ഞത്. ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം തിരുവനന്തപുരത്തിൻ്റെ പണ്ടേ എല്ലാവരും ഒരു അവഗണനയിൽ ഇട്ടിരിക്കുന്നതാണ്. എല്ലാ MP മാരും ആരും ഒരു കാര്യങ്ങളും കൊണ്ടുവരുത്തില്ല. ഇതൊക്കെ എന്താണ്, വടക്കോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. ഇപ്പം എയിംസ് എവിടെ നിൽക്കുന്നത്? കോഴിക്കോട് ആലപ്പുഴയൊക്കെ ആയിട്ട് കിടന്ന് കറങ്ങുകയാണ്. ഇതെവിടെയാണെന്നുള്ള ഇതുവരെ ആയിട്ടില്ല. അപ്പം ഈ തിരുവനന്തപുരത്തെ ഈ പ്രചാരണം രാജീവിന് മറ്റു മണ്ഡലങ്ങളിലേക്ക്, നിയമസഭാ മണ്ഡലങ്ങളിലേക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ ഒരു വലിയൊരു ടീമല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ? ആ ടീം തന്നെ, അതുപോലൊരു ടീം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഈ മിഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സുരേന്ദ്രന് ഈ പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്തൊന്നും അല്ല സുരേന്ദ്രൻ മാത്രം കാര്യങ്ങൾ നോക്കുന്നു, മറ്റേ അവരുടെ കുറച്ച് ഗ്രൂപ്പും മാത്രം നിൽക്കുന്നു. ആ ഒരു രീതിയിൽ വന്നാൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. അല്ല, സാറിപ്പോൾ സൂചിപ്പിച്ചത് മുഴുവൻ മുകൾ തട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായുള്ള ചർച്ചയാണ്. പക്ഷേ ആത്യന്തികമായി ജനങ്ങൾക്കിടയിൽ വരുമ്പോഴല്ലേ അത് BJP എന്ന സംഘടനയ്ക്ക് ഉപകാരം. അതെ, അത് താഴെത്തട്ടിലേക്ക് കൂടി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ നടന്ന മീറ്റിങ്ങിലെ കാര്യങ്ങളും ഒക്കെ തന്നെ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ ഇവർ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് താഴെത്തട്ടിൽ വളരെ കാര്യങ്ങൾ ഇവർക്ക് എത്തിക്കാൻ കഴിയും. അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടാൻ പോകുന്നത്.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ പണ്ട് പറയുന്നത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല പഞ്ചായത്ത്, ഇതൊന്നും പോലെയല്ല ലോക്സഭ, മൂന്ന് തരത്തിലാണ് എന്ന് പറയും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയമാണ് നിൽക്കുന്നത്. പുതിയ ജനറേഷൻ വരുമ്പോൾ അവരതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഈ പിന്നെ കാലഹരണപ്പെട്ട് പോകുന്ന ഈ ചില സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രവും ഒന്നും ഇനി വിലപ്പോകില്ല എന്നുള്ളതാണ്. അതിനകത്തൊക്കെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അല്ലാതെ വികസന രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ പോകും. നാട് നന്നാകുക, റോഡ് സുഗമമായ യാത്ര, ഇതൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമല്ലേ ജനങ്ങൾക്ക്? താഴെത്തട്ടിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തണം. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്താൻ പോകുന്ന 30 ജില്ലകളിലേക്കുള്ള പര്യടനം, മേഖല യാത്ര, ഇതിൻ്റെ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത്. വളരെ ശക്തമായിട്ടത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് താഴെത്തട്ടിൽ തന്നെ അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവരാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇവർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് കാണും. 5000 മണ്ഡലങ്ങളാണ് നോട്ട് ഔട്ടിരിക്കുന്നത്. ആ ബേസ് അവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വോട്ട് എത്രത്തോളം ഓരോ ഇടങ്ങളിൽ നിൽക്കുന്നുണ്ട്, ചിതറിപ്പോകാതെ എങ്ങനെ പിടിച്ചു നിർത്താം, എന്താണ് അവിടെ കൊടുക്കേണ്ടത്. ഒരുപക്ഷെ നിരവധി പഞ്ചായത്തുകൾ ചിലപ്പോൾ BJPയുടെ കയ്യിലേക്ക് വരും. മുനിസിപ്പാലിറ്റി ഇപ്പം നിലവിലുള്ളത് നിലനിർത്താം, കൂടുതലുമാകാം. തിരുവനന്തപുരം നഗരസഭ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ BJP വർഷങ്ങളായി തന്നെ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എന്ത് പ്രവർത്തന സ്ഥലങ്ങളിൽ നടക്കുന്നു എന്നത് ചോദ്യചിഹ്നം. അതെ, അത് അവരുടെ പ്രവർത്തനം താഴെത്തട്ടിലേക്ക് ഇറങ്ങണം. ഇവിടെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് അത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് നഗരസഭയിൽ. ഇനി ഇവിടെ BJP കയറി വരണം, പക്ഷേ വളരെ സൂക്ഷിക്കണം. കാരണം മറ്റവർ കുതന്ത്രങ്ങൾ ഇറക്കുന്നവരാണ്. അതിനെ കടത്തി വെട്ടാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയുള്ളൂ. അത് ഈ അവസരത്തിൽ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയും കിട്ടത്തില്ല. ഇതുപോലെ തൃശ്ശൂരിന് അനുകൂല സാഹചര്യമല്ലേ. സുരേഷ് ഗോപി വിജയിച്ച് നിൽക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. എല്ലാം കൊണ്ടും തൃശ്ശൂർ BJPയോടും സുരേഷ് ഗോപിയോടും ചാഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവരുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ BJP നന്നായിട്ട് നേടിയെടുത്തിട്ടുണ്ട്. അത് നിലനിർത്തുകയും വേണം, അത് വോട്ടാക്കി മാറ്റുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയിലായിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ ഓരോ മുന്നണികളും വടക്ക് നിന്ന് തെക്കോട്ടെടുപ്പുണ്ട്, തെക്ക് നിന്ന് വടക്കോട്ടെടുപ്പുണ്ട്. കൂടുതലും യാത്രയും വരുന്നത് വടക്ക് നിന്ന് തെക്കോട്ടാണ്. ഇവിടെ വന്ന് തെക്കോട്ടെടുക്കുക എന്നൊക്കെ പറയത്തില്ല, അതല്ല. ഇവിടെ തെക്ക് വന്നാണ് ഇത് സമാപിക്കുന്നത്. അത് മാത്രമാകരുത്. ഇനിയിപ്പോൾ നോക്കിക്കോ, എല്ലാവരുടെയും ഇത് തുടങ്ങും. MV ഗോവിന്ദൻ തുടങ്ങും, BD സതീശൻ തുടങ്ങും, പിന്നെ കോൺഗ്രസിൽ 3-4 പേർ ഒരുമിച്ചുണ്ടാകും. അതെ, അവർ പല വഴികളിലൂടെ ചിലപ്പോൾ ഇനി തിരിച്ചു വരും. ഇപ്പോൾ BD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരെണ്ണം കഴിഞ്ഞു, മലയോര മേഖല വഴിയുള്ള ഒരു യാത്ര കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഏത് തരത്തിൽ വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനൊക്കെ മുമ്പ് കോൺഗ്രസിൽ 3-4 പേർ പല വഴികളിലൂടെ ഒരു യാത്ര സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെയാണ് നേതാക്കളുടെ എണ്ണം കൂടുതൽ. VD സതീശന്, സുധാകരൻ, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, തരൂര്, മുരളീധരന്, എന്നിട്ട് എല്ലാവരും കൂടെ ഒരിടത്ത് സംഗമിക്കുക, അതായിരിക്കും. പക്ഷെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ യാത്ര എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ പോകും. അതെന്തെങ്കിലുമൊക്കെ ഇളക്കം ഉണ്ടാക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.